ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസുമായിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ സൈക്കിൾ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന സംഭവമാണ് പുതിയ സൈക്കിൾ ഫിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ വിദേശത്തു നിന്ന് കൊടുക്കുന്ന സൈക്കിളായിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരിക്കാം. ഓൺലൈനൊക്കെ സജീവമായിരിക്കുന്ന ഈ കാലത്ത് സാധാരണ നമുക്ക് ലഭിക്കുമ്പോൾ ബോക്സിലായിരിക്കും എല്ലാം വേർതിരിച്ച് ആയിരിക്കും അത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്കാണ് കിടക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക, മുഴുവനായിട്ട് കാണുക. സൈക്കിൾ ബോക്സ് എടുക്കുക. ബോക്സിൽ പൊടിച്ച് ഓരോ സ്പെയറും പുറത്തെടുക്കുക. ആദ്യമായി എല്ലാ സ്പെയറുകളും ഉണ്ടോ എന്ന് നിരത്തി വെച്ച് പരിശോധിക്കുക. സാധാരണ ഓൺലൈനായിട്ടൊക്കെ വരുമ്പോൾ സൈക്കിളിന് ഒരുപാട് നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ ചിലപ്പോൾ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തകരാറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. എൻ്റെ ഷോപ്പിൽ ചിലപ്പോഴൊക്കെ ഫിറ്റ് ചെയ്യാൻ വരാറുണ്ട്. മുമ്പൊരിക്കൽ സൈക്കിൾ ഫിറ്റ് ചെയ്യുമ്പോൾ വീല് വെൻ്റുള്ളതായിരുന്നു. ഒരു പാർട്ടി മടക്കി കൊണ്ടുപോയിട്ട് പിന്നെ അത് തിരിച്ചേക്കെന്താ ചെയ്ത് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഫോർക്ക് വെൻ്റുള്ളത് വന്നിരുന്നു. അങ്ങനെ പോലെ പല സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ഇല്ലാത്തതുണ്ടാവും. ആദ്യം അതിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായിരിക്കും ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് കണ്ടിട്ട് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നതായിരിക്കും അതിലേക്ക് വരും. ഈ ഫോട്ടോസിൽ കാണുന്ന സൈക്കിൾ ആവില്ല ചിലപ്പോൾ നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസിൽ കണ്ടതുമായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഫോട്ടോസിൽ ചിലപ്പോൾ പല വീലൊക്കെ കാണിക്കും, അല്ലെങ്കിൽ വീലിൻ്റെ അതിൽ കാണിച്ച വീലായിരിക്കില്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്തിന് ചെറിയ കുട്ടികളുടെ സൈക്കിളൊക്കെ വരുമ്പോൾ ഇരുമ്പിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ റിമ്പ് വരെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അതിനോട് ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവും. ആളുകളിൽ ചിലപ്പോൾ അതൊന്നും അങ്ങനെ വന്നാലും ശരി റിട്ടേൺ അയക്കുന്നവർ വളരെ കുറച്ച് പേരുള്ളൂ. പിന്നെ റിട്ടേൺ അയക്കുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്തിന് സാധനം ലഭിക്കില്ല. അതിന് ഒരുപാട് പ്രതിബദ്ധതകളുണ്ട്. അതൊക്കെ മറികടന്നിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഒരു പ്രയാസം, അത്രയും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ഏതായാലും ശരി അതിനെ ഫിറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അതിനെ ഉപയോഗിക്കും. അങ്ങനെയാണ് അധികം പേരും ചെയ്യാറ്. ചിലർക്ക് റിട്ടേൺ അയക്കും. അപ്പോൾ അതിനതിനായിട്ടുള്ള അവർക്ക് നിബന്ധനകളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. എന്തായാലും ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ബോക്സ് പൊട്ടിച്ച് നമ്മളെല്ലാ സ്പെയറും ഉറപ്പുവരുത്തണം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി വിലയിരുത്തേണ്ടതാണ്. സൈക്കിൾ ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ നിലത്തിറക്കി കഴിഞ്ഞാൽ അത് പിന്നെ റിട്ടേൺ പോവില്ല. അതൊരിക്കലും മാറ്റിയെടുക്കാനും കഴിയില്ല. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പെയറൊക്കെല്ലാം കൂത്ത് നോക്കുക. വീലിനോ കാര്യങ്ങളൊക്കെ വെൻ്റുണ്ടോ എന്നൊക്കെ നോക്കണം. റിമുകളൊക്കെ ടയർ ട്യൂബ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സീറ്റൊക്കെ ആലിന് വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഒന്നും കൂടി ശ്രദ്ധിച്ച് കാണുക കേട്ടോ. സീറ്റൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യുക. പാട്ടെല്ലാം തിരിച്ച് നോക്കുക. ടയറിൽ എയറൊക്കെ അടിച്ച് 2-3 മണിക്കൂർ വെച്ച് നോക്കിയാൽ ആ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇതിലിപ്പോൾ ടോണിൻ്റെ സൈക്കിളാണ്. ഓരോ കമ്പനിയുടെ സൈക്കിൾ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാവും. സൈക്കിള് ഇതൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ കവറുകൾ പ്ലാസ്റ്റിക് ഒഴിവാക്കണമല്ലോ.